ഗൈസ്, ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തോട്ടിലെ പായലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറി. അവിടെ എല്ലാം മൂടി കിടക്കുമായിരുന്നു. ഈ ആഫ്രിക്കൻ പായൽ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞെരുങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് കാശ് ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ കാറ്റിനും മഴയ്ക്കും ആ പായൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിയപ്പോഴത്തേക്ക് മീൻ നല്ല ആക്ടിവിറ്റി തുടങ്ങി. കാരണം ആ പോളക്കകത്ത് കിടന്ന് വരുന്ന മീനെല്ലാം വെട്ടുന്നത്. ഇപ്പോൾ ആ പായൽ മാറിയപ്പോഴത്തേക്ക് എല്ലാം വെളിയിറങ്ങി അവിടെ ഇവിടെ എല്ലാം തുരുതുര പൊടിമീനെ വെട്ടുക. അങ്ങനെ ഞാൻ ഫ്രോഗ് കാസ്റ്റ് ചെയ്ത് ഒരു 4-5 ഏറെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു നാടൻ വരാലടിച്ച്. അപ്പോൾ അതിനെ അടിച്ച് അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു വരാൽ വന്ന് ഏറെടുത്തിട്ട് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കാസ്റ്റ് ചെയ്ത്. അവിടെ കാസ്റ്റ് ചെയ്ത് ഫ്രോഗ് വീഴേണ്ട താമസം. തിരിച്ച് വലിച്ചപ്പോൾ എൻ്റെ പൊന്നോ അടിപൊളി ഒരു സ്ട്രൈക്ക്. ആ ഫ്രോഗിനകത്ത് അടി കൊണ്ടില്ല, അവൻ കറക്റ്റ് അടിച്ചായിരുന്നു. നല്ല കിടിലൊരു വരാലായിരുന്നു. പിന്നെ അവൻ്റെ സ്ട്രൈക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പിന്നെ ആ പോള ഇടയ്ക്ക് ഇറങ്ങി. ഗൈസ്, അപ്പോഴാണ് നമുക്കൊരു അബദ്ധം പറ്റിയത്. അവിടെ ഒരു പൊളവൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഇര പിടിക്കാൻ കാത്തിരുന്നത്. നമ്മുടെ ഫ്രോഗ് ചെന്ന് വീഴുമ്പോഴേ അവൻ അതിനെ അറ്റാക്ക് ചെയ്ത്. ഞാൻ ആദ്യം വിചാരിച്ച് പോളക്കകത്ത് കുരുങ്ങിയായിരിക്കുമെന്ന്. തിരിച്ച് വലിച്ചിട്ടും ഫ്രോഗ് വരുന്നില്ല. പിന്നെ തിരിച്ച് അങ്ങോട്ടിട്ട് പിടിക്കുമോ. അങ്ങനെ ഒരുവിധം വലിച്ചവനെ നോക്കിയപ്പോഴത്തേക്ക് പൊളവനാണെന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾ അതിനെ പയ്യെ കരക്കടിപ്പിച്ചിട്ട് അവൻ്റെ വായിൽ നിന്ന് ഫ്രോഗ് നൈസായിട്ട് ഊരിയെടുത്ത്. അവൻ മുഴുവനായിട്ടും ഫ്രോഗ് ഉള്ളിലാക്കിയിട്ടില്ലായിരുന്നു, ചുണ്ടത്താണ് ഉടക്കിയിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ അവനെ റിലീസ് ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.